അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചന ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നാം കേൾക്കുന്ന തിരുവചനങ്ങൾ ഗ്രഹിക്കുന്നതിനും അവ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനും കർത്താവിൻ്റെ കൃപ നമുക്ക് ഇപ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വചനം കേൾക്കാൻ, വചനം ഗ്രഹിക്കാൻ, വചനം ജീവിച്ചിടാൻ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ശിഷ്യരിൽ നിറഞ്ഞ ആത്മാവേ, മാതാവിൽ നിറഞ്ഞൊരാത്മാവേ. ശിഷ്യരിൽ നിറഞ്ഞ ആത്മാവേ, മാതാവിൽ നിറഞ്ഞ ആത്മാവേ. സഭയിൽ നിറഞ്ഞൊരാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. സഭയിൽ വന്നൊരു ആത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 21 തുടങ്ങിയ വചനങ്ങൾ. ഇത് പറഞ്ഞപ്പോൾ ഈശോ ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ വ്യക്തമായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നുവെന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ ഈശോ സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമിയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അവൻ ആരെപ്പറ്റി പറയുന്നുവെന്ന് ചോദിക്കുക. ഈശോയുടെ വക്ഷസ്സിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണത്? അവൻ പ്രതിവദിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പകഷ്ണം മുക്കി ശിമയോൻ സ്കറിയാത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. പ്രിയപ്പെട്ട സഹോദരരെ, ഈശോയുടെ വികാരാധീനമായ വാക്കുകൾ, താൻ സ്നേഹിച്ച തൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കുന്നു. ഏറെ സ്നേഹം മാതാപിതാക്കൾ മക്കൾക്ക് കൊടുത്തിട്ട് ഒരു ദിവസം ആ മക്കളിൽ ഒരാൾ ഈ അപ്പനെയോ അമ്മയോ
തള്ളിപ്പറയുമ്പോൾ എത്രമാത്രം വേദന അവർക്കുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരരെ, ഈശോ യൂദാസിനെ ഉൾപ്പെടെ ചേർത്ത് നടത്തി. പക്ഷേ യൂദാസ് കർത്താവിൻ്റെ മനസ്സിനോട് ചേരാതെ പിശാചിൻ്റെ മനസ്സിനോട് ചേരുന്നതായി നാം കാണുന്നു. തിരുവചനം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഒരു വിരോധാഭാസം? എന്താണ്? ഈശോ എല്ലാവർക്കുമായി തന്നെ വിഭജിച്ചു കൊടുക്കുന്നു, കുർബാനയാകുന്ന തന്നെ കൊടുക്കുന്നു. പക്ഷേ യൂദാസിലേക്ക് വന്നത് പിശാചാണെന്ന് പറയുന്നു. എന്താണ് വചനം? അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. പ്രിയപ്പെട്ട സഹോദരരെ, ഈ യൂദാസിൽ സംഭവിച്ചതുപോലെ നമ്മിലും ഇന്ന് ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ഈശോ. ആ സ്നേഹത്തിൻ്റെ വലിയ രഹസ്യമാണ് വിശുദ്ധ കുർബാന. അവിടുന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ സ്നേഹത്തിൻ്റെ വികാരവിചാരങ്ങളാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. എന്നാൽ യൂദാസിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ സ്വീകരിക്കുന്ന സമയം തന്നെ അവൻ്റെ ഉള്ളിൽ വിദ്വേഷമാണ്, വെറുപ്പാണ് വന്നത്. വിദ്വേഷവും വെറുപ്പും സ്നേഹത്തിൻ്റെ വിരുദ്ധഭാവങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരരെ, നാം എല്ലാവരും ഈ പെസഹായിൽ നന്നായി അതിനു മുമ്പ് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കും. പെസഹാ ദിനത്തിൽ മാത്രമല്ല, വരും ദിനങ്ങളിലെല്ലാം നമ്മൾ ആഘോഷത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കും. പക്ഷേ നാം ഒന്ന് ആലോചിക്കണം, ഈ യൂദാസിൻ്റെ മനോഭാവം നമ്മിലുണ്ടോ? ഈശോയെ സ്വീകരിച്ച ശേഷം നാം ജീവിതത്തിലേക്ക് പുറത്തേക്ക് പോകുമ്പോൾ സാത്താൻ്റെ പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ യൂദാസിൽ സംഭവിച്ച അതേ കാര്യം തന്നെയാണ് നമ്മിലും സംഭവിക്കുന്നത്. ഈശോ സ്നേഹമാണെങ്കിൽ കുർബാന സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ കുർബാന സ്വീകരിക്കുന്ന ഒരാളിൽ ഉണ്ടാകേണ്ട ഫലങ്ങൾ സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്. വിദ്വേഷത്തിൻ്റെ, ഒറ്റിക്കൊടുക്കാനുള്ള ചിന്തയുടെ മനോഭാവം ഉള്ളിൽ വന്നാൽ തീർച്ചയായും നാം യൂദാസിനെ പോലെ തന്നെ ആയി മാറുകയാണ്. ഇന്ന് യൂദാസിനെ തള്ളിപ്പറയുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. യൂദാസ് കർത്താവിനെ ഒറ്റിക്കെടുത്തല്ലോ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഒന്നോർക്കണം, യൂദാസ് ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് നാമും നമ്മിൽ പലരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് നിരക്കാത്ത, സ്നേഹത്തിന് നിരക്കാത്ത പ്രവൃത്തി നാം കുർബാന സ്വീകരണം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരരെ, നാം ഒക്കെ ഇന്ന് കർത്താവിൻ്റെ മുൻപിൽ യൂദാസുമാരായി മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ആത്മശോധന ചെയ്യാം, കർത്താവിങ്കലേക്ക് തിരിച്ചു വരാം. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ച വചനമില്ലേ? നിക്കോദേമോസിനോട് കർത്താവ് പറഞ്ഞ വചനം, രൂപാന്തരപ്പെടാൻ, തിരിച്ചു വരാൻ. അതുകൊണ്ട് വിദ്വേഷത്തിൽ നിന്നും വൈരാഗ്യ ചിന്തയിൽ നിന്നും ഒറ്റിക്കൊടുക്കാനുള്ള വിചാരത്തിൽ നിന്നും മാറി നമുക്ക് സ്നേഹത്തിലേക്ക് തിരിച്ചു വരാം. കർത്താവ് നമ്മിൽ നിറയട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏവരെയും നിരന്തരം സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ഉള്ളിലെ എല്ലാ വിദ്വേഷവും വെറുപ്പും അകറ്റി സ്നേഹത്തിൽ രൂപാന്തരപ്പെടാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളിലെ കുറവുകൾ അവിടുന്ന് നിരന്തരം എടുത്തു മാറ്റണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.